ഇന്നത്തെ ഇന്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ മൻസൂർ അലിഖാന്റെ മകൻ അലിഖാൻ തുഗ്ലക്കിനെ ലഹരി വിൽപ്പന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊബൈൽ ആപ്പ് വഴി ലഹരി മരുന്നുകളും കഞ്ചാവും വിറ്റതിന് കഴിഞ്ഞ നവംബർ 4-ന് അറസ്റ്റിലായവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അലിഖാൻ തുഗ്ലക്ക് അടക്കം 7 പേർ പിടിയിലായത്. നേരത്തെ അറസ്റ്റിലായവരുമായി ഇവർ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടതായും പണമിടപാട് നടത്തിയതായും പോലീസ് കണ്ടെത്തി. ചൊവ്വാഴ്ച രാത്രി ചോദ്യം ചെയ്യൽ ആരംഭിച്ച തിരുമംഗലം പോലീസ് നടന്റെ മകൻ അടക്കം മുഴുവൻ പേരെയും ഇന്നലെ രാവിലെ തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോഴിക്കോട് അറ്റകുറ്റപ്പണിക്കിടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റിന് മുൻവശത്തെ ഓടയിലേക്ക് ഡീസൽ ചോർന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാത്ത അധികൃതർക്കെതിരെ നാട്ടുകാരുടെ വൻ പ്രതിഷേധം. രാത്രി അസിസ്റ്റന്റ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. വൈകിട്ട് 4:30-യോടെയാണ് ഓടയിലൂടെ ഡീസൽ ചോരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏലത്തൂർ പോലീസ് പ്ലാന്റ് മാനേജറെ വിവരമറിയിച്ചു. അറ്റകുറ്റപ്പണിക്കിടെ ഉണ്ടായ ചോർച്ച കാരണം ഡീസൽ ഓടയിലേക്ക് ഒഴുകുകയായിരുന്നെന്നും ചോർച്ച അടച്ചതായും അധികൃതർ അറിയിച്ചു. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ദുബായ് കമ്പനിയായ ടീകോമിന് നൽകിയ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കും. 246 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ടീകോം കമ്പനി തന്നെയാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ താൽപര്യമറിയിച്ചത്. സർക്കാരും കമ്പനിയും പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപീകരിക്കും. ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി രൂപീകരിച്ചു. നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് സ്വതന്ത്ര ഇവാലുവേറ്ററെ നിയോഗിക്കും. ഇതു സംബന്ധിച്ച ശുപാർശ സമർപ്പിക്കുന്നതിന് IT മിഷൻ ഡയറക്ടർ, ഇൻഫോ പാർക്ക് CEO, OKIS ഓവർസീസ്, കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് MD ഡോക്ടർ ബാജു ജോർജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി. ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി നിർദ്ദേശം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും EDയോട് ജസ്റ്റിസുമാരായ അമിത് റാവൽ, KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി. ഇന്നത്തെ ഇന്ത്യൻ ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.